അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാത്രത്തിൽ വെള്ളം നിറഞ്ഞ് അടുക്കളയിൽ ഇരിക്കണമെന്ന് പണ്ടുള്ളവർ പറയണേ കേട്ടോ, കുടത്തിലായാലും എന്തെങ്കിലും പാത്രത്തിലായാലും. അപ്പോൾ ഞാൻ മറക്കണ ദിവസമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെക്കാറൊന്നുമില്ല. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിറച്ച് വെക്കാറുണ്ട് കേട്ടോ. രാവിലെ വീട്ടിലുള്ളവർ പറഞ്ഞപ്പോൾ അമ്മമാർ, ചേച്ചിമാർ, അങ്ങനെ വീട്ടമ്മമാർ അടുക്കളയിൽ കയറി വരുമ്പോൾ വെള്ളം നിറഞ്ഞ് ഇരിക്കണേ ഇങ്ങനെ പാത്രത്തിലിരിക്കുന്നത് കാണുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പണ്ടുള്ളവർ അറിഞ്ഞാലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ നിറച്ച് വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം അടിയായിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഒരു മട്ട് വരണ പോലെ, അപ്പോൾ അത് ഊറാൻ വേണ്ടിയിട്ടാണ് ആ പാത്രത്തിൽ അങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അരിക്കുള്ള വെള്ളം കൂടെ വെക്കാൻ വിചാരിച്ചു. ഈ ഒരു അരി നല്ലോണം വേവുള്ളതാണ് കേട്ടോ. അത് കാരണം നമുക്ക് അതിനകത്തേക്ക് വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങനെ അങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അരി ആണ് ആ കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 വിസിലൊക്കെ വെച്ചിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്താലും ഈ ഒരു അരി വേവണില്ല കേട്ടോ. അത്രയും ഒരു പൊട്ട അരി പറ്റണില്ല കഴിക്കുമ്പോൾ. എന്ത് കറി ഉണ്ടെങ്കിലും ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടണില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുക്കറിൽ അരിയൊക്കെ ആക്കി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായപ്പോഴേക്കും നമ്മുടെ ചായ ആയി. പാകത്തിന് മധുരവും പൊടിയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും ഷാജേട്ടൻ നീറ്റപാടെ ഒരു ഗ്ലാസ് ചായ കുടിക്കും. ഞാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് നീറ്റപാടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ തോന്നിയാൽ കുടിച്ച് കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ നമുക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചായ കടിയൊന്നും കുടിച്ചിട്ടില്ലെങ്കിലും പുറത്ത് പരപരാന്ന് നേരം വെളുത്തുകൊണ്ടിരിക്കണുള്ളൂ. അതൊന്ന് ഞാൻ വെറുതെ ഒന്ന് വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. രാവിലെ കുക്ക് ചെയ്യുമ്പോൾ കാര്യമായിട്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ചൂടോ വിയർപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വിയർത്തൊലിക്കുമല്ലോ നമ്മൾ ഉച്ചയ്ക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ. ഈ രാവിലെ ആകുമ്പോൾ അതൊരു സമാധാനം ഉണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചായ ആയപ്പോൾ ഞാൻ നമ്മുടെ ചോറ് അതിനകത്തേക്ക് വെച്ചു. എന്നിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ഉന്മേഷമാണ് കേട്ടോ. മറ്റേത് കുളിക്കാണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കച്ചടവ് പോവില്ല, പണികളൊന്നും തീർന്ന പോലെ എനിക്ക് തോന്നില്ല കേട്ടോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വാരി തുടയ്ക്കലും തിരുമ്പലും ഒക്കെ അങ്ങോട്ട് പെൻഡിങ്ങിൽ വൈകുന്നേരത്തേക്ക് കിടത്തി പൂജട്ടി തിരുമ്പും കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. വൈകിട്ടാണ് തുടയ്ക്കുക, അതുകൊണ്ട് പിന്നെ രാവിലെ തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൂജട്ടി അടിച്ചു വാരിയിട്ട് അവൾ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അങ്ങോട്ട് ചെയ്തോളും. നമുക്ക് ഈ കിച്ചണിലെ കാര്യങ്ങളും പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കേട്ടോ. എന്നാൽ തന്നെ ഉണ്ടാകും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട്. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതല്ലാതെ നമ്മൾ ചെയ്യേണ്ടും വരും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടിച്ചു വാരി തുടയ്ക്കലും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് തന്നെ ഒരാളുള്ളത് തന്നെ വലിയ സമാധാനമാണ് കേട്ടോ. ട്രൈപോഡ് പൊട്ട് ചെയ്ത് തിരിച്ച് മേടിച്ചിട്ടില്ല. ഇവരുടെ ക്ലാസ് തുറക്കുമ്പോഴേക്കും അതും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് മേടിക്കണം. അവിടെ കോഴിയുണ്ട്, ഒരു സ്വൈരം തരാതെ കൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അതും കൂടെ കേൾക്കുവേ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്താക്കി വെച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുകും ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. വേപ്പിലി അത് മൂത്ത് വരുമ്പോൾ നമ്മുടെ പയറിട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അങ്ങനെ അടച്ച് വെച്ച് സിമ്മിൽ കിടന്നിട്ട് അങ്ങനെ വേവട്ടെ. ചോറ് അപ്പുറത്തും ആവുന്നുണ്ട്, ഉപ്പേരി ഇപ്പുറത്തും ആവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ദോശമാവ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദോശമാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി ഒരു സ്വൈരം തരില്ല. ദോശമാവ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് 2-3 ദിവസത്തിനൊക്കെ നമുക്ക് അങ്ങനെ പോകും. അതുകൊണ്ട് വലിയ പാടില്ല കേട്ടോ. മറ്റേത് ഈ പുട്ടും ചപ്പാത്തി ചപ്പാത്തി ഇവിടെ മിക്കതും ഉണ്ടാക്കാറില്ല, ആർക്കും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. നൂലുപുട്ടൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ മെനക്കെടാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മോരുകറിക്കുള്ളതാണ് അരയ്ക്കണത് കേട്ടോ. നമുക്കിത് മോരുകറിയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു മോരുകറിയാണ്. സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. നാളികേരം, 2 വെളുത്തുള്ളി, 2 ചെറിയുള്ളി പാകത്തിന്, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ കഷ്ണം എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു 2-3 കുരുമുളകിൻ്റെ മണി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് അരച്ച് പേസ്റ്റ് പോലെ തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കുക. വെള്ളം ഒഴിച്ചിട്ടല്ലാതെ അരയ്ക്കുക. തൈരിൽ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. വേറെ വെള്ളം എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് തൈര് കൂട്ടിയിട്ട് അരയ്ക്കുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ മോരുകറിയുടെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ മോരുകറിക്കുള്ള അരപ്പ് അങ്ങോട്ട് റെഡിയായി. സൂപ്പർ മോരുകറിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കുറുന്നനെ അങ്ങനെ ലൂസാവണേക്കാട്ടിലും നല്ലത് കുറുകുറാന്നൊരു ചാറോട് കൂടി എടുക്കുന്നതാണ്. നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. നല്ല തൈരുമായിരുന്നു കേട്ടോ. അപ്പോൾ വേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വേപ്പിലയും കൂടെ നുള്ളാമെന്ന് വിചാരിച്ചിട്ട് ഇത് അപ്പുറത്തുനിന്ന് തന്നെ കൈ എത്തിച്ചാൽ കിട്ടും ഇപ്പോൾ അത്. അപ്പോൾ അവിടുന്ന് ഒരു 3-4 വേപ്പിലയുടെയും കൂടെ തണ്ടെടുത്തിട്ട് നമ്മളിതാ തിരിച്ച് വീണ്ടും അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കാൻ വിചാരിച്ചു. 2-3 സിപ്പ് അടിക്കുമ്പോഴേക്കും അപ്പുറത്തുള്ളത് ഏതെങ്കിലും ഒന്ന് ആവും കേട്ടോ. എന്നാലും വേണ്ടില്ല, ഒരു സിപ്പ് അടിച്ചാൽ മതി എനിക്ക്. പിന്നെ ഞാനിങ്ങനെ നേരത്തിനനുസരിച്ച് അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കുടിക്കും. അതൊന്നും എടുത്തിട്ടില്ല, ആ ഗ്ലാസ്സിലത്തെ ബാക്കി കുടിക്കും. രാവിലെ ഒരു ഗ്ലാസ് ചായ അത്രേ കുടിക്കാറുള്ളൂ.
പിന്നെ ചായ പലഹാരം കഴിക്കുമ്പോൾ ഒരു അര ഗ്ലാസ് ചായയും കൂടെ എടുക്കും, ഇല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ വൈകിട്ട് ചായ പലഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചായ കുടിക്കും കേട്ടോ. ചായ കൂടി ഇപ്പോൾ കുറച്ച് എനിക്ക് കൂടിയിട്ടുണ്ട്. 2 ഗ്ലാസ് ഒട്ടും ചായ കുടിക്കാത്ത ഞാൻ 2 ഗ്ലാസ് കുടിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ അത് വലിയ കൂടുതലല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരിയായി മാറ്റി വെച്ചു. ഇനി നമുക്ക് മോര് കറി കാച്ചാൻ വേണ്ടിയിട്ട് നോക്കാം. ആ ചട്ടി തന്നെ ഞാൻ അങ്ങോട്ട് കഴുകും കേട്ടോ. ഞാൻ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇടാറില്ല. ഞാൻ പറയാറില്ലേ, ഉപ്പേരി ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ട് ആ ചട്ടി അപ്പം അങ്ങോട്ട് കഴുകിയിട്ട് പിന്നെയും നമ്മൾ സ്റ്റവിൻ്റെ മേലെ കയറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചട്ടിയും ഈ ഒരു കുക്കറും ഇന്ന് ജീവുണ്ടെങ്കിൽ വന്നിട്ട് അടിച്ചാർന്നു കേട്ടോ. അപ്പോൾ മോര് കാച്ചാൻ വേണ്ടി ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിക്കുക, കുറച്ച് ഉലുവ, കടുക്, വറ്റൽമുളക്, വേപ്പില ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മോര് അരച്ചതിൻ്റെ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേഗം ഓഫ് ആക്കണം കേട്ടോ. തിളയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിൻ്റെ അരികിലൂടെ ഇങ്ങനെ തിള വരണ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ആ ചട്ടി ചൂടായാൽ മതി കേട്ടോ. അരപ്പ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാണ് സൂപ്പർ. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും പോവും, പിന്നെ അത് പിരിയുകയും ചെയ്യും. അപ്പോൾ ഇതാ സൂപ്പർ നമ്മുടെ മോരുകറി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ആ ചട്ടി മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഈ ഒരു മോരുകറിയിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കഷ്ണങ്ങൾ ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടാം. കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് തട്ടി കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും മോരും തൈരൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല. പക്ഷേ കഷ്ണങ്ങൾ പൂജുട്ടിയൊക്കെ നല്ലോണം കഴിക്കണേ കൊണ്ട് കഷ്ണം ഇടുകയാണെങ്കിൽ അതും കൂടെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. ഇപ്പോൾ ഇവിടെ വെജിറ്റബിളും കാര്യങ്ങളും മോരുകറിക്കുള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഈ ഒരു തുടപ്പ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ്. അവിടെ ഇവിടേക്ക് എന്തെങ്കിലും വെള്ളമോ പൊടിയോ കണ്ടാൽ ഞാനതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. കയ്യിൽ ഇങ്ങനെ നമ്മൾ കൈക്കല്ല എന്ന് പറയും ഇവിടെ, അതും ഈ തുടയ്ക്കുന്നതും ഒരേ കളറ് തുണിയാണ് കേട്ടോ. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നതെന്ന് കരുതണ്ട, രണ്ടും സെയിം തുണിയോളമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാനിങ്ങനെ അവിടെ തന്നെ കഴുകിയിട്ട് അവിടെ വിരിച്ചിട്ട് അത് ഉണങ്ങും, പിന്നെ അടുത്തത് എടുക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ നാളികേരം എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചട്നിക്ക് വേണ്ടിയിട്ട് നമുക്ക് ദോശയ്ക്ക് ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ മോരുകറി കൂട്ടിയിട്ടൊന്നും ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചട്നി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിലേക്കുള്ള നാളികേരം തികഞ്ഞില്ല കേട്ടോ. ഞാൻ മോരുകറിക്ക് അറിയാണ്ടൊക്കെ എടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ വീണ്ടും ആ സമയത്ത് ചഴുകി ഇനി അത് നമുക്ക് അരച്ചിട്ട് ചട്നിക്കുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോഴേക്കും ഞാൻ അവിടെ ഇരിക്കുന്ന 2 പാത്രങ്ങൾ കഴുകി വെക്കും. കൂടണ്ടെന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ 2 സ്റ്റെബുമിലും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണ്ടല്ലോ, അങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് ചെള്ളിപ്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാജേട്ടൻ മാങ്ങ, അത് വെച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ചെത്തി നോക്കുമ്പോഴാ 2 മാങ്ങയും പഴുത്തിരിക്കണം കേട്ടോ. പഴുത്തല്ല, ചെനച്ചു. അത് വെച്ച് ചമ്മന്തി അരച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചവിട്ട് മാറ്റിയിട്ട് നമുക്ക് എന്താക്കിയ വെച്ചാൽ ഒരു മുട്ട മസാല അടിക്കുകയും കൂടെ ചെയ്യാം. എന്തെങ്കിലും ഒരു ചൊടിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മോരുകറിയും പയറുപേരും മാത്രം ആകുമ്പോൾ ഒരു എരിവും ചൊടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു മുട്ട മസാല ആകുമ്പോൾ സൂപ്പറായിട്ട് ഈ ഒരു മോരുകറിക്ക് അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ അത് ചട്നിക്ക് വേണ്ടിയിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ചട്നിക്കുള്ള അരപ്പ് നമുക്ക് എല്ലാവർക്കും അറിയണമല്ല. അപ്പോൾ അത് അരച്ച് റെഡിയാക്കി വെച്ചു. എന്നിട്ട് ആ മിക്സി കൈയോടെ ഒന്ന് തുടച്ച് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാറില്ല കേട്ടോ. അതിനോട് എല്ലാവരും നല്ല കാര്യമാണ് എന്ന് പറയാറുണ്ട്. ചിലർക്ക് അതിങ്ങനെ പറ്റില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പറ്റുന്ന രീതിക്ക് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കതൊരു സ്പീഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നോക്കും. എന്താ വെച്ചാൽ ഫുൾ ടൈം അടുക്കളയിൽ കടന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചടപ്പോ വെറുപ്പൊക്കെ തോന്നും. എനിക്ക് ഇതിനേ നേരമുള്ളൂ എന്നൊരു തോന്നൽ വരും. ആ തോന്നലിൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവും. ഒരു സമയമില്ല എന്നൊക്കെ പറയണത് വെറുതെ ആട്ടോ. ഇത്രയും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിട്ട് സമയമുണ്ട്. ഇല്ലെങ്കിൽ രാത്രിയെങ്കിലും ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ ചട്നിയും കൂടെ വറുത്തിട്ടു. കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ചട്നി വറുത്തിട്ടു. ചട്നിക്ക് അങ്ങടല്ല നമ്മൾ അരച്ചത് ചട്ടിക്ക് ഒഴിക്കില്ല, ചട്ടിയിൽ നിന്ന് ആ കടുക് വറുത്തിട്ട് ഇങ്ങടെ ഒഴിക്കുള്ളൂ കേട്ടോ. ചട്നി ചൂടാക്കില്ല. അങ്ങനെ അഥവാ ഇനി ചൂടാക്കുകയാണെങ്കിൽ ഈ മോരുകറിയുടെ കാര്യം പറഞ്ഞ പോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടില്ല, ഒഴിച്ച പാടെ ഇങ്ങടെ തന്നെ തിരിച്ചൊഴിക്കും. അപ്പോൾ ചട്നി റെഡിയായി. ആ ജാറും ചട്ടിയും കൂടെ പെട്ടെന്ന് കഴുകി വെച്ചു. കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളിതാ നമ്മുടെ അടുക്കളയും കൂടെ റെഡിയാക്കുകയാണ് കേട്ടോ. മുട്ട ഇതാ അവിടെ വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തോല് കളയാൻ വേണ്ടിയിട്ടൊന്ന് ഇത് പോകണമല്ലോ, തണുപ്പ്. അപ്പോൾ അതിനുള്ള ടൈമുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കിച്ചണൊന്ന് അടിച്ച് വാരിയിടും കേട്ടോ. എപ്പോഴും ഈ നമ്മുടെ ഒരു വർക്കൊക്കെ ഭാഗമാകുമ്പോൾ നമുക്കറിയാലോ, ഇനി നമുക്ക് ഉള്ളി അതും ഇതൊന്നും ആയി പൊടിയൊന്നും ആവാനില്ല, ഇതൊന്നും ആവാനില്ല എന്ന് കച്ചറ ആവാനില്ല എന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് അടിച്ച് വാരിയിട്ടിട്ട് അങ്ങോട്ട് ഡീസൻ്റ് ആക്കിയിട്ട് കേട്ടോ. പിന്നെ അടുത്ത കാര്യങ്ങളൊന്നും അത്ര വലിയ അലമ്പാവാനുള്ള കാര്യങ്ങളില്ല. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. പെട്ടെന്ന് ഷാജേട്ടനുള്ള ദോശ മാത്രം ഇപ്പം ഉണ്ടാക്കിയാൽ മതി, കൊണ്ടുപോകാനും ഇവിടുന്ന് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കുള്ള മാവ് പാകത്തിന് എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ദോശ കല്ല് അടുപ്പത്ത് വെക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട അവിടെ കിടന്നാൽ ആവട്ടെ കേട്ടോ.
മുട്ട മസാല എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടം. പരിപ്പ് കുത്തി കാച്ചിയിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു സംഭവം കേട്ടോ. അതുപോലെ മുരിങ്ങാക്കറിയിലേക്കും എന്ത് താളിപ്പ് കറിയൊക്കെയാണെങ്കിലും ഈ ഓംലെറ്റിനേക്കാളും നമുക്കിഷ്ടം ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ചൊടി ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ചോറിലേക്കൊക്കെ അല്ലാണ്ട് ഓംലെറ്റൊക്കെ കഴിക്കുമ്പോൾ ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല. എനിക്ക് എരിവൊക്കെ വേണം, ഉപ്പും എരിവും ഒക്കെ ആയിട്ടുള്ള സംഭവമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാണ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ കൊണ്ടുപോകാനുള്ള ദോശയും കഴിക്കാനുള്ള ദോശയൊക്കെ ഓരോന്നോരോന്ന് ചുട്ടെടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പോൾ ഷാജേട്ടൻ കണ്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ആളുടെ കാര്യങ്ങളാവും. ഇൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞാലും ഷാജേട്ടൻ ആവില്ല കേട്ടോ. എന്താ വെച്ചാൽ ആൾക്ക് പിന്നെ ഒരു ബാത്റൂം പോകലും പിന്നെ കുളിയും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാത്റൂമിൽ പോയി അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഷാജേട്ടൻ്റെ നേരം വൈകും. എനിക്ക് അപ്പോഴും ഒരുപാട് സമയം ബാക്കിയുണ്ടാവും. അതുകൊണ്ട് എനിക്ക് കിടന്ന് ചത്ത് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ ഒരുങ്ങി ഇറങ്ങണേക്കാട്ടിലും ടൈം വൈകും ഇവരൊക്കെ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സമാധാനത്തിൽ എനിക്ക് ചില ദിവസങ്ങളിൽ നേരം വൈകുകയാണെങ്കിൽ 8ൻ്റെ പണി കിട്ടും. കിടന്നിങ്ങനെ ചാവേണ്ടി വരും. ഒരു വിധം നേരത്തെ എണീക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഈ സമയം പോണത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും ചരിച്ചും വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് മുട്ടയായി. അതൊക്കെ തോല് കളഞ്ഞ് പൊളിച്ചിങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടെ ഇങ്ങനെ പുരട്ടുക. വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. നമ്മുടെ ഇവിടെ മുളക് പൊടി അമ്പോ എമ്മാതിരി എരിവാന്നറിയോ, അത് കാരണം ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് ഈ മുട്ടയിൽ ഈ മസാല ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വയ്ക്കുക. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം കലക്കിയിട്ട് അങ്ങനെ വയ്ക്കാനും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യാറ്, എന്നിട്ട് ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുക. ഓവർ സ്പീഡിൽ വെക്കരുത്, ഇത് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ കണ്ണിലേക്കും മുഖത്തിലേക്കൊക്കെ തെറിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു സിമ്മിൽ വെച്ചിട്ട് അങ്ങോട്ട് മൂക്കാൻ വിട്ടാൽ മതി. മൂത്ത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ മുട്ട മസാല റെഡിയായി. ഇത് മതി കേട്ടോ ചോറുണ്ടാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണത്. അപ്പോൾ അതും റെഡിയായി. എല്ലാം ഈ കുഞ്ഞു പാത്രത്തിലാക്കി വെച്ചിട്ട് വലിയ പാത്രമൊക്കെ ഞാൻ കഴുകി വെക്കും. ഇനി ഷാജേട്ടനുള്ള ഈ ഒരു ദോശ അത് ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് കരിഞ്ഞു പോയി, കളയൊന്നുമില്ല കേട്ടോ, നമ്മൾ കഴിക്കുവേ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവർക്ക് കഴിക്കാനുള്ള ദോശയും ചട്നിയും ചായയൊക്കെ ടേബിളിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. വീഡിയോയിൽ എടുക്കുന്നത് ആൾക്ക് വലിയ എന്താ പറയുക ഇഷ്ടമല്ല വെച്ചാൽ ഓക്കെ അല്ല. ചിലർക്ക് വീഡിയോയിൽ വരിക ക്യാമറ മുമ്പിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ ചടപ്പുള്ള കേസായിരിക്കും. ചിലർക്കത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമുള്ള ആൾക്കാരെ നമ്മളവിടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തണ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. എന്നാലും നിങ്ങളൊക്കെ അങ്ങനെ കാണിക്കാൻ പറയുമ്പോൾ ഞാൻ മാക്സിമം ഒക്കെ അങ്ങനെ കാണിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ചോറും നമ്മുടെ ഉപ്പേരിയും മുട്ട മസാലയും മോരുകറിയൊക്കെ ആക്കിയിട്ട് പാത്രത്തിലാക്കി ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ദോശയും ഒരു ഇതിൽ കെട്ടല്ല പൊതിഞ്ഞു കൊടുത്തു. അതൊക്കെ ഒരു കവറിൽ കെട്ടിയിട്ട് നമ്മുടെ ആ ഒരു കിച്ചൺ ടാബ് ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ബാക്കി കഴുകാനുള്ളതും കൂടെ കഴുകി വെച്ച് നമ്മൾ അടുക്കള അങ്ങോട്ട് വൃത്തിയാക്കിക്കും. എന്നിട്ട് ഈ പുറത്തിറങ്ങി നിൽക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷാജേട്ടനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയൊന്നുമല്ല. ആളുടെ ഫുഡൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊക്കോളും, അങ്ങനെ വിചാരിക്കുന്നു വേണ്ട കേട്ടോ. അങ്ങനത്തെ പരിപാടികളൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് പണിയാണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ നമ്മുടെ പണിയുടെ കാര്യത്തിലേക്ക് നിൽക്കും. അല്ലാതെ പോണ നേരത്തെ ഇവിടെ പണിയിട്ടിട്ട് അയ്യോ ഞാൻ പോകുമ്പോൾ ടാറ്റ കൊടുക്കാൻ നിൽക്കട്ടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഈ നിൽക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ കെട്ടി വെച്ചാൽ ഞാൻ ഉച്ച വരെ അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ എടുത്ത് ഇങ്ങനെ കെട്ട് കളഞ്ഞ് ഉമ്മറത്ത് കുറച്ച് നേരം ഇരിക്കുക. ഈ സമയത്ത് നല്ല രസമാണ്. പിന്നെ വൈകിട്ടിരിക്കാനും രസമാണ്. പിന്നെ അതാ ഷാജേട്ടൻ അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഷാജേട്ടൻ പോയി. ഞാനും പൂച്ചിട്ടിയും കണ്ണൻകുട്ടിയും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട് ഇവിടെ. അപ്പോൾ അതിലിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചട്നിയൊക്കെ പൂച്ചിട്ട് ഇപ്പം തന്നെ ഇരിക്കണില്ല, ആൾ കുളി കഴിഞ്ഞിട്ടേ ഇരിക്കണുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു നേരത്തെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരുപാട് സമയമുണ്ടെന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി ഞാൻ നോക്കിയാലോ എന്ന് പറയണ്ടല്ലോ. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. 1-2 അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് വീഡിയോയിൽ ഇടാലോ, ഷോർട്സ് ആയിട്ട് ഇടാലോ. എനിക്ക് അറിയുന്ന മോഡലിൻ്റെ രീതിയിൽ ഇട്ടിട്ട് കാണിക്കാമല്ലോ. എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഡ്രസ്സ് ഇട്ടിട്ട്, ഒരുപാട് ഡ്രസ്സല്ല ഡ്രസ്സുകളിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് ഒരുപാട് ഡ്രസ്സുകൾ മുന്നേക്ക് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ എടുത്തതുണ്ട്. അപ്പോൾ അത് വാഷ് ചെയ്തതിൻ്റെ ശേഷം റിവ്യൂ പറയുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ മാമുണ്ണാൻ വേണ്ടിയിട്ടിരിക്കുക. ഇനി നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി വൈകിട്ട് നമുക്ക് അടിച്ചു വാരി തുടയ്ക്കുക, തിരുമ്പുക, കുളിക്കുക, മേലെഴുതുക അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ വീഡിയോ ഇതിനകത്ത് നമ്മൾ കാണിക്കണില്ല.
അപ്പോൾ ഇപ്പോൾ ചോറ് എടുത്തിട്ട് നമ്മൾ എല്ലാം വിളമ്പിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇന്ന് ശരത്തും കൂടെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു അടിപൊളി ബീഫ് ഫ്രൈ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി കാണണം. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള ചോറ് നമ്മളിതാ ഇവിടെ വിളമ്പിയിട്ട് ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചു. അവർ ഉച്ചയോടായി വന്നപ്പോൾ കേട്ടോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കോട്ടക്കുന്ന്, അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഫ്രൈ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ അല്ലേ അപ്പോൾ മിക്കതും വരുമ്പോൾ കൊണ്ടുവരിക. അപ്പോൾ അത് കാരണം ബീഫാക്കി എന്നിട്ട് നല്ലോണം വരട്ടി സൂപ്പറാണ് കേട്ടോ. ഈ ഒരു ബീഫ് ഫ്രൈയിലേക്ക് ഈ മോരുകറി, പയറുപ്പേരി, ബീഫ് ഫ്രൈ, കടുമാങ്ങച്ചാറ്, പപ്പടത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഇതന്നെ അടിപൊളിയാണ്, ഉള്ളത് വെച്ച് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒരു പ്ലേറ്റിൽ തന്നെയാണ് വിളമ്പണം. ആർക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചിലവർക്ക് എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ വിളമ്പണം ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇവരൊക്കെ ആർക്കും അങ്ങനെ പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു പ്ലേറ്റിലിട്ടിട്ട് എല്ലാവരും കൂടെ ടേബിളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഒരു ടേബിൾ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് നമുക്കൊരു 6 ആൾക്കൊക്കെ ഇരിക്കാം കേട്ടോ. അതിനകത്ത് 7 ആൾക്കും ഇരിക്കാം. അപ്പോൾ അത് കാരണം സുഖമാണ്. മറ്റേത് ഞങ്ങളൊക്കെ അവരൊക്കെ വരികയാണെങ്കിൽ ഞാനും പൂച്ചുട്ടിയൊക്കെ നിലത്താണ് ഇരിക്കുക, ബാക്കിയുള്ളവർ ടേബിളിൽ ഇരുത്തൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കണതിൻ്റെ ഒരു സന്തോഷം വേറെ അല്ലേ. അപ്പോൾ അതാ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ഫോണൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടും അങ്ങനെയൊക്കെ സംസാരിച്ച് പോണ കാര്യമൊക്കെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.